ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യം ഞാൻ യാമിനി ഒന്ന് കാണട്ടെ. അവൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അനുവദിക്കാം. അയ്യോ അമ്മ, നിനക്കൊന്നും പറ്റരുത്. അതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. നനയാതെ കുറെ ഈറൻ ചുമന്നു, അത്രമാത്രം. എന്തായാലും ഞാൻ കാരണം പത്മാവതിയുടെയും പ്രതാപന്റെയും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കേണ്ട സമയമായി. ഞാനിന്ന് പുറത്തോട്ട് പോയി വരുമ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കിയിരിക്കും. അതൊന്നും അത്ര ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല ജഗന്നാഥേട്ടാ. നോക്കട്ടെ, ശ്രമിച്ചു നോക്കുന്നത് തെറ്റില്ലല്ലോ. ആയിക്കോ, പുറത്തു പോകുന്നേക്കെ കൊള്ളാം. ആ അംബികയുടെ വായിച്ചെന്ന് വീഴരുത്. ഹേ, ഇനി ഞാൻ അവളുടെ പിടിയിലൊന്നും വീഴില്ല. മോനെ രാജു, റെഡിയായാ? വരുന്നച്ചാ. ആ പോവാച്ചാ. രാധമ്മയോട് പറഞ്ഞില്ലല്ലോ. രാധമ്മേ, രാധമ്മേ. ആഹാ, ഇതെവിടെ പോവാ? എടേ, ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പുറത്തു പോവാ. സൂര്യമംഗലം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് തഹസിൽദാരെ കാണണം. കണ്ടിട്ട് വേഗം വരാം. ഇന്ന് ഞങ്ങൾ പോയിട്ട് വരാം രാധമ്മേ. ശരി മോളെ. വാ. ചേട്ടാ, ഒരു കാര്യം പറയാൻ മറന്നു, ഒന്ന് വന്നേ. ചേട്ടാ, വീട്ടിലെ കാര്യങ്ങളിലെ അപ്ഡേറ്റ്സ് എനിക്ക് അപ്പൊ തരണം. ഒരു കാര്യവും വിട്ടുപോകാൻ പാടില്ല. ഇല്ല മോളെ, ഫ്ലാഷ് ന്യൂസ് പോലെ പാട്ടപ്പെടാൻ തരാം. ഇവിടെ മൊത്തം രഹസ്യങ്ങളാ. ഞാൻ പോയിട്ട് വരാം. ശരി. രാധമ്മ ഒന്ന് നിന്നേ. അച്ഛനും മോനും മരുമോളും രാധമ്മയില്ലാതെ ഒരു പുറത്തു പോക്ക്. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. യോ, ആ വേണുവാശാൻ പറഞ്ഞത് നുണയാ, തഹസിൽദാരെ കാണാൻ പോണെന്ന്. ഓ, പിന്നെ തഹസിൽദാരും വില്ലേജ് ഓഫീസറും. ഈ അങ്ങേര് പറയുന്നത് പച്ച കള്ളോ? അതെ, എന്റെ വേണുവേട്ടൻ എന്നോട് കള്ളം പറയില്ല. അഥവാ പറഞ്ഞാലും സത്യം പറയാതെ അങ്ങേർക്ക് ഉറങ്ങാൻ പറ്റൂല. വേണുവേട്ടൻ യോ എന്ന് വെച്ചാ ശ്രീരാമനും സീതാദേവിയല്ലയോ? ആ വേണു എന്ന് പറയുന്നവനെ വളഞ്ഞവനാ. അച്ഛാ, കാണുന്നില്ലോടാ. ഇവിടെ വരാന്നാണോ പറഞ്ഞിരുന്നേ? അതേടാ. അല്ലെങ്കിലേ ഇനിയിപ്പോ വന്നിട്ട് പോയി കാണുമോ? ഏയ്, നമ്മളെ കാണാതെ പോവില്ല. നമുക്കേ വെയിറ്റ് ചെയ്യാം. എന്തായടാ? കിട്ടിയമ്മേ. കൊന്നോ? കൊന്നില്ല. ബാക്കി ഞാൻ പറയാം.
ശരി അമ്മേ. വാതില് പുറത്തുനിന്നാരോ പൂട്ടിയിരിക്കുകയാണല്ലോ. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്, തുറക്കാനാ പറഞ്ഞേ, തുറക്ക്. അമ്മ, ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്, തുറക്കാനാ പറഞ്ഞേ, തുറക്ക്. നിക്ക. അപ്പു, അരുത്, വാതില് തുറക്കരുത്. നിന്റെ അമ്മ വല്ലാതെ വയലന്റ് ആയിട്ട് ഇരിക്കുവാ. അവളെ പിടിച്ചാ കിട്ടില്ല. ഇല്ല, എന്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടില്ല. എനിക്ക് എന്റെ അമ്മയെ കാണണം. നീ വാശി പിടിക്കലേ അപ്പു. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നിനക്കറിയാൻ പാടില്ല. യാമിനി ഇപ്പൊ എന്തും ചെയ്തു കളയും. അതാ അവളുടെ രോഗം. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. ദേ നോക്ക്, നീ സമാധാനമായിട്ട് നിന്നോ. ആദ്യം ഞാൻ യാമിനി ഒന്ന് കാണട്ടെ. അവൾക്ക് ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണാൻ അനുവദിക്കാം. അയ്യോ അമ്മ, നിനക്കൊന്നും പറ്റരുത്. അതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. ഞാനിപ്പോ വരാം. ആ ശേഖര, നീയും അപ്പും കൂടി ഇവിടെ വെയിറ്റ് ചെയ്. ഞാനേ യാമിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളെ അകത്തേക്ക് വിളിക്കാം. ആ ശരി ചേച്ചി. അച്ഛൻ മോളെ ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. അകലെ